ബജറ്റ് ടൂറിസം സെൽ കെ.എസ്.ആർ.ടി.സി കാഞ്ഞങ്ങാട് ഡിപ്പോയുടെ ഏകദിന വയനാട് ഉല്ലാസയാത്രയ്ക്കാണ് 36 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പ് കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെട്ടു വന്നിട്ടുള്ളത്. അതിരാവിലെ കാഞ്ഞങ്ങാട് നിന്നും പുറപ്പെട്ട് ഏതാണ്ട് 10:30 വയനാട് എത്തുകയും തുടർന്ന് ബാണാസുര സാഗർ ഡാം സന്ദർശിക്കുകയും ഏതാണ്ട് 2 മണിക്കൂർ അവിടെ ചിലവഴിച്ച് അവിടുത്തെ വിവിധ കാഴ്ചകളിലേക്കും വിവിധ പരിപാടിയിലേക്കും പങ്കെടുത്തതിന് ശേഷം ഡാം വ്യൂ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഗംഭീരമായ ഉച്ചഭക്ഷണവും കഴിഞ്ഞ് ഇപ്പോൾ വയനാട് മറ്റൊരു ആകർഷണമായ പൂക്കോട് ലേക്കിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തടാകത്തിന് ചുറ്റും ഇടതൂർന്ന വനങ്ങളും മലകളുമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 2100 അടി ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിന് ചുറ്റുമായി നടന്ന് കാണുവാൻ തക്ക രീതിയിൽ കല്ല് വിരിച്ച നടപ്പാതകൾ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എത്തുന്ന ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം തടാകത്തിന് ചുറ്റും സൗകര്യപ്രദമായ രീതിയിൽ നടന്ന് തടാകത്തെ എല്ലാ ആംഗിളിൽ നിന്നും കണ്ട് ആസ്വദിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ തടാകത്തിൽ നിറയെ നീല ഇനത്തിൽപ്പെട്ട ആമ്പലുകളും വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ തടാകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ഇവിടുത്തെ മാത്രം പ്രത്യേകതയായ പൂക്കോടൻ പരൽ എന്ന മത്സ്യമാണ്. വൈത്തിരിയിലുള്ള ഈ തടാകം വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണം കൂടിയാണ്. ഒരു മീൻ വളർത്തൽ കേന്ദ്രവും ഹരിതഗ്രഹവും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളും ഇവിടെ വാങ്ങാൻ കിട്ടും. 13 ഏക്കറാണ് തടാകത്തിൻ്റെ വിസ്തീർണം. തടാകത്തിലെ ഏറ്റവും കൂടിയ ആഴം 6.5 മീറ്ററാണ്. വൈത്തിരിക്ക് 3 കിലോമീറ്റർ തെക്കായി ആണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കാലത്തായി ടൂറിസത്തെ മുൻനിർത്തി നിർമ്മിച്ച മിനുക്കുപണികൾ തടാകത്തിൻ്റെ വന്യസൗന്ദര്യം നശിപ്പിച്ചു എന്നൊരു ആരോപണവും കേൾക്കാനുണ്ട്. ഏതാണ്ട് അരമണിക്കൂർ നടന്നാൽ മാത്രമേ ഈ തടാകത്തിന് ഒരു ചുറ്റും എത്താനും തടാകത്തെ എല്ലാ ദിക്കിൽ നിന്നും കാണുവാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്ങും ഇടതൂർന്നു നിൽക്കുന്ന വനങ്ങളും പശ്ചിമഘട്ട മലനിരകളുടെ വശ്യമായ സൗന്ദര്യവുമാണ്. തടാകത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഈ തടാകത്തിന് ചുറ്റും നടക്കുക എന്നത് ഒരു വേറിട്ട അനുഭവം കൂടിയാണ്. ശുദ്ധമായ കാറ്റും വെളിച്ചവും അതുപോലെ തന്നെ യാതൊരു മാലിന്യമില്ലാത്ത ശുദ്ധമായ വായുവും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഇപ്പോൾ ഈ തടാകം ചെറു ചുവപ്പ് കളറിൽ ചെറു പൂക്കളാൽ നിറഞ്ഞ് ഏതൊരു കാഴ്ചക്കാരനും കൗതുകമുണർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഒറ്റനോട്ടത്തിൽ ദൂരെ നിന്ന് നോക്കിയാൽ പായൽ നിറഞ്ഞു കിടക്കുന്നതാണ് എന്ന് തോന്നുമെങ്കിലും ഒരുതരം ചെറു പൂക്കൾ നിറയെ തടാകം നിറയെ വിരിഞ്ഞു നിൽക്കുകയാണ്. തടാകം നിറയെ ആമ്പൽ പൂക്കൾ വിരിഞ്ഞു നിന്നാൽ എന്തൊരു സൗന്ദര്യമായിരിക്കുമോ അതേ രീതിയിലാണ് ഈ ചെറിയ പൂക്കൾ ഈ തടാകം നിറയെ വിരിഞ്ഞു നിൽക്കുന്നത്. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ തടാകത്തിന് മുകളിൽ ചെറിയ ചുവപ്പ് കളർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നാം അടുത്ത് ചെന്ന്
പരീക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് ചെറിയ ചെടികളുടെ ചെറിയ ചെറിയ പൂക്കളാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത് ഒരു തരം പായലിൽ വിടർന്നു നിൽക്കുന്ന മനോഹരമായ ചെറിയ ചെറിയ പൂക്കളാണ്. ഈ പായലാണ് തടാകം മുഴുവൻ പരന്നു കിടക്കുന്നത്. ഒരു പക്ഷേ ഈ പായലിൻ്റെ പടർപ്പ് കൊണ്ടാകാം തടാകത്തിലുള്ള ബോട്ടിംഗ് സർവീസുകൾ പോലും ഇപ്പോൾ പലപ്പോഴും നിർത്തിവെക്കേണ്ടി വരുന്നത്. പല പ്രാവശ്യം ഈ തടാകം ശുചീകരിക്കുകയും ഈ പായലുകളെയും അതുപോലെ തന്നെ ഇവിടെ അടിഞ്ഞുകൂടുന്ന മണ്ണിനെയും മാറ്റി തടാകത്തെ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ശരിയായ നിർവഹണമില്ലാതെ ഈ പായൽ പിന്നെയും പടർന്നു കയറി തടാകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. വയനാട് സന്ദർശിക്കുന്ന ഏതൊരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം വയനാട് ഉള്ള സന്ദർശന സ്ഥലങ്ങളുടെ പട്ടികയിൽ തീർച്ചയായും ഇടം പിടിക്കുന്ന ഒരിടം കൂടിയാണ് ഈ പൂക്കോട് തടാകം. കോഴിക്കോട് നിന്ന് വരുമ്പോൾ വയനാട് ചുരം കയറി കഴിഞ്ഞ് കാണുന്ന ആദ്യ സ്ഥലമായ ലക്കടിയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ കൽപ്പറ്റ റോഡിൽ സഞ്ചരിച്ചാൽ ഇടതുവശത്തായി പൂക്കോട് തടാകത്തിലേക്കുള്ള വഴി കാണാം. തടാകത്തിനടുത്ത് തന്നെ ഒരു ശ്രീനാരായണ ഗുരുകുലം ഉണ്ട്. മനോഹര വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടം. അടുത്തുള്ള പ്രധാന പ്രേക്ഷണീയ സ്ഥലങ്ങൾ വൈത്തിരി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മുത്തങ്ങ, ചുണ്ടേൽ എന്നിവ കൂടിയാണ്. ഇങ്ങനെ വയനാട് എത്തിച്ചേരുന്ന ഏതൊരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ തടാകം. ഇങ്ങനെ തടാകത്തിൻ്റെ ചരിത്രവും തടാകത്തിൻ്റെ പ്രാധാന്യവും ഓർത്തുകൊണ്ട് മനോഹരമായി കല്ല് വിരിച്ചിരിക്കുന്ന ഈ പാതയിലൂടെ നടന്ന് തടാകത്തെ പല ദിക്കിൽ നിന്നായി കാണുകയും തടാകത്തിൻ്റെ മനോഹര ദൃശ്യങ്ങളുടെ പകർപ്പ് ഫോട്ടോയായും വീഡിയോയായും ക്യാമറയിൽ ആക്കുകയും ചെയ്യുകയാണ് ഞാൻ. എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതി വരാത്തത്ര സൗന്ദര്യമാണ് ഈ തടാകത്തിനുള്ളത്. ഏതൊരു ദിക്കിൽ നിന്ന് നോക്കിയാലും പിന്നെയും പിന്നെയും വ്യത്യസ്ത രീതിയിൽ കാണപ്പെടുന്ന ഒരു അത്ഭുത തടാകം കൂടിയാണ് ഈ തടാകം. പൂക്കോട് തടാകം തീർച്ചയായും ദൂരെ നിന്ന് നോക്കിയാൽ ഒരു ഹൃദയത്തിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുക. ഏതാണ്ട് 2100 അടി മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏക ശുദ്ധജല തടാകവും കൂടിയാണ് ഈ പൂക്കോട് തടാകം എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ 100% ശുദ്ധജലം കൊണ്ട് നിറഞ്ഞതായിരുന്നു ഈ തടാകമെങ്കിൽ പ്രവാസികളുടെ ഒഴുക്കും വനങ്ങളുടെ നശീകരണവും അതുപോലെ തന്നെ വനമാലിന്യ നിക്ഷേപവും എല്ലാം ഈ തടാകത്തെയും കാര്യമായി ബാധിക്കുകയുണ്ടായി. വനങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒപ്പം ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളും ഒക്കെ തടാകത്തിലും പരിസരങ്ങളിലും അടിഞ്ഞുകൂടാൻ തുടങ്ങുകയും തടാകത്തിൻ്റെ ഭംഗി ഒരു പരിധിവരെ അങ്കലാപ്പിലാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും തടാകത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ പൂക്കോട് തടാക സംരക്ഷണ സമിതി എന്ന ഒരു സമിതി രൂപീകരിക്കുകയും ഈ തടാകത്തിൻ്റെ പുനർനിർമ്മാണത്തിനും പുനർനവീകരണത്തിനും ഉജ്ജീവനത്തിനും വേണ്ടി നിരന്തരം പോരാടുകയും ഈ തടാകത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കാൻ അശ്രാന്തം പരിശ്രമിക്കുകയുമാണ്. ഏതൊരു സർക്കാർ സ്ഥാപനത്തിലെ അനാസ്ഥ
പോലെ ഇവിടെയും സർക്കാർ തലങ്ങളിൽ നിന്നുള്ള അനാസ്ഥയും ഈ തടാകത്തിൻ്റെ അധഃപതനത്തിലേക്ക് നയിച്ച മറ്റൊരു കാരണമാണ്. ശരിയായ മേൽനോട്ടവും നിർവഹണവും ഇല്ലാതെ തടാകം ദിവസം ചെല്ലുന്തോറും മലിനമായിക്കൊണ്ടും അന്യമായിക്കൊണ്ടും ഇരിക്കുകയാണ്. ശരിയായ രീതിയിലുള്ള നിർവഹണവും അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള സംരക്ഷണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ തടാകത്തെ നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാനും അതുപോലെ തന്നെ വരും തലമുറയ്ക്കായി നമുക്ക് സൂക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. തകർച്ചയുടെ നടുവിലാണ് പൂക്കോട് തടാകമെങ്കിലും അതിനെ പുനർനവീകരിക്കാനും മുമ്പത്തെ രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാനുമുള്ള വലിയ ഉത്തരവാദിത്വം നാം ഓരോരുത്തരിലുമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. 2100 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകം എന്നും ശുദ്ധ ജലം കൊണ്ട് നിറയാനും ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ സന്തോഷിപ്പിക്കാനും പഴയതുപോലെ തന്നെ ഇതിനെ കാര്യക്ഷമമാക്കാനും ഇവിടുത്തെ ഭരണ സംവിധാനത്തിനും സർക്കാരിനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമാണുള്ളത്. ഈ ഉത്തരവാദിത്തം നാം ഓരോരുത്തരും ഏറ്റെടുക്കുകയും ഈ ഉത്തരവാദിത്തത്തിലേക്ക് കണ്ണു തുറക്കാൻ സർക്കാർ സംവിധാനങ്ങളെ നമുക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ തടാകത്തെ നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി സംരക്ഷിക്കാം.